സിംഗ ട്രേഡർ പ്രാക്ടിക്കൽ പ്രോബ്ലം 2. അവർ ഓഫ് സൂറത്ത് കൺസേൺഡ് 1000 ലിറ്റർ ഓഫ് എഡിബിൾ ഓയിൽ ₹32 ആർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു? എം ലിമിറ്റഡ്. അപ്പോൾ കൺസൈനർ ആരാ? സിംഗ. കൺസൈനി ആരാണ്? എം ലിമിറ്റഡ്. ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. എസ് ലിമിറ്റഡ് പെയ്ഡ് 5000 ഫ്രൈറ്റ് കൊടുത്തു ഇൻഷുറൻസ് ചാർജ്. ട്രാൻസിറ്റിൻ്റെ സമയത്ത് 200 ലിറ്റർ എന്ത് ചെയ്തു? സിംഗാവും. എസ് ലിമിറ്റഡ് സിംഗ, അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. ഇപ്പോൾ കൺസൈനർ. ഡിസ്ട്രോയ് ഫോർ വിച്ച് ദ ഇൻഷുറൻസ് കമ്പനി അഗ്രി ടു പേ 5000 ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ 200ൻ്റെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഡിസ്ട്രോയിഡ് ഫോർ ദി. അപ്പോൾ ഡിസ്ട്രോയ് എന്ന് പറയുമ്പോൾ ഏത് ലോസാണ്? അബ്നോർമൽ ലോസ്. നോർമൽ ലോസിന് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇൻഷുറൻസ് കമ്പനി എന്ത് തരില്ല, ക്ലെയിമൊന്നും തരില്ല. എം ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസൈനി. ക്ലിയറിംഗ് ചാർജ് 6100 ഉണ്ട്, ഗോഡൗൺ റെൻ്റ് ഉണ്ട്, സെയിൽസ്മാൻ സാലറി ഉണ്ട്. മക്കളെ ഇതൊക്കെ എക്സ്പെൻസ് ആയിട്ട് കൺസ്യൂമറിൽ ഡെബിറ്റ് ചെയ്യും. പക്ഷേ ഇതൊക്കെ ഏത് എക്സ്പെൻസാണ്? റെക്കറിങ് എക്സ്പെൻസാണ്. ഏതാ? റെക്കറിങ്. അപ്പോൾ ഗോഡൗൺ റെൻ്റോ സെയിൽസ്മാൻ സാലറി ഒന്നും എന്തിന് എടുക്കൂല? ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യാനോ അബ്നോർമൽ ലോസ് അങ്ങനത്തെ കാര്യങ്ങൾക്കോ എടുക്കൂല. ഇറ്റ് വാസ് എൻറ്റൈറ്റിൽ ടു. അതിൽ വേറെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഡ്യൂറിങ് ട്രാൻസിറ്റിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ എന്ത് വരില്ല? ആരുടെ പൈസ വരില്ല? അൺലോഡിങ് പൈസ വരില്ല. ഡ്യൂറിങ് ട്രാൻസിറ്റിലായതുകൊണ്ട് ഏത് പൈസ ഉണ്ടാവില്ല ഈ 200-ൽ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. എന്തപ്പോൾ പറഞ്ഞേ? ഡ്യൂറിങ് ട്രാൻസിറ്റാണ്. അപ്പോൾ സാധനം ഇവിടെ എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അതിൽ കൺസൈനഡ് എമൗണ്ടിൽ 6100 അതതിൽ വരില്ല. പിന്നെ ഡെൽക്രിഡർ കമ്മീഷനുണ്ട്, ഓർഡിനറി ഉണ്ട്, 6% പിന്നെ 4% അങ്ങനെ സെയിൽസിൻ്റെ മുകളിലാണ്. സെയിൽ എത്ര ചെയ്തുള്ളത്? 1000 ലിറ്റർ സോൾഡ്, 1,60,5000. അപ്പോൾ ഇവരുടെ കൈ കിട്ടിയ യൂണിറ്റ് എത്രയാണ്? 5000 ലിറ്റർ അല്ലേ സെൻഡ് ചെയ്ത്? അതിൽ 200 എന്ത് വന്നിട്ടുണ്ട്? അബ്നോർമൽ ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ 4 എത്ര? 800 ഉള്ളൂ. അതിൽ 4000 എന്ത് ചെയ്തൊരു വിറ്റ് അല്ലേ? അപ്പം നോർമലി എത്ര വരണം? 800 വരണം. പക്ഷെ 100 ലോസ് ഡ്യൂ ടു ഏതാണ്? ഇവാപ്പറേഷൻ. ഇതേതാ? നോർമൽ ലോസാണ്. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. സാധാരണ നോർമൽ ലോസ് നമ്മൾ ലെസ് ചെയ്യാറില്ലേ? അപ്പോൾ നല്ല ശ്രദ്ധിച്ചോ. ഈ 200 യൂണിറ്റിൻ്റെ കാണുമ്പോൾ നോർമൽ ലോസ് വന്നിട്ടേ ഇല്ല. വണ്ടിയിൽ കയറ്റി സാധനം ഇവിടെ എത്തുന്നതിൻ്റെ ഇടയിലല്ലേ വന്ന്. അങ്ങനെ സാധനം ഇവിടെ എത്തിയതിന് ശേഷമാണ് ഏത് വരുന്നത്? നോർമൽ ലോസ് വരുന്നത്. അപ്പോൾ ഈ 200 യൂണിറ്റിൻ്റെ വാല്യുവേഷനിൽ ആർക്കും ഒരു റോളും ഉണ്ടാവില്ല, നോർമൽ ലോസിന് ഒരു റോളും ഉണ്ടാവില്ല. മനസ്സിലായ പോയിന്റ്? മനസ്സിലായ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? കാരണം ഇവിടെ വന്നതിന് ശേഷമാണ് ഏത് നടന്നത്? ഇവാപ്പറേഷൻ നടന്നത്. ഓക്കെ. എ കസ്റ്റമർ ഹൂ ബോട്ട് ലിക്വർ 1500. ലിക്വർ ആണല്ലേ പരിപാടി? ഓക്കെ അല്ലേ? ലിക്വർ അല്ലല്ലോ, എഡിബിൾ ഓയിൽ അല്ലേ? എന്തേലും ആട്ടെ. കുഡ് പേ ഓൺലി 40% ഓഫ് ദിസ് എമൗണ്ട്. അപ്പോൾ 1500-ൽ 40% മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 60% എന്താണ്? ബാഡപ്റ്റ്. ആ ബാഡപ്റ്റ് ആരാണ് ബെയർ ചെയ്യുക? കൺസൈനിയാണ്. ഓക്കെ. ഇവിടെ കൺസൈൻമെൻ്റ് അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ചെയ്യട്ടെ? പോവാം. പ്രാക്ടിക്കൽ പ്രോബ്ലം 2. ഏത് മാത്രം മതി? ഇൻ ദി ബുക്സ് ഓഫ് ആരാ? സിൻഹ. എസ് ലിമിറ്റഡ് എന്നൊക്കെ അതിലുണ്ട്. എസ് ലിമിറ്റഡ് ഉള്ളിടത്തൊക്കെ എന്താക്കാം? സിൻഹ ട്രേഡേഴ്സ് എന്നാക്കാം കേട്ടോ. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഒരു വേറെ വല്ല ബുക്കിൽ നിന്ന് റെഫർ ചെയ്ത് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം പേര് മാറ്റി പിന്നെ പേര് മാറ്റിയിട്ടുണ്ടാവില്ല. നോക്കല്ലേ? 1 by 1 ആയിട്ട് ആദ്യം മുതൽ ഇങ്ങനെ വായിച്ചോ. ഫസ്റ്റ് ഏതാ? ഗുഡ്സ് കൺസൈൻ ചെയ്തു. എൻട്രി എന്താ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. എമൗണ്ട് എത്രയാണ് വരുന്നത്? 5000 ലിറ്റർ. 1 ലിറ്ററിന് 32 വെച്ചിട്ട് 1,00,000
അടുത്ത 1,60,000. ഓക്കെ, അടുത്ത പറയാം ഫ്രൈറ്റ് ചാർജ് കൊടുത്ത. അപ്പോൾ 2 ഏതാണ്? ക്യാഷ് 5,000. അടുത്ത വേം പറ. ഡ്യൂറിങ് ട്രാൻസിറ്റ്. അപ്പോൾ ട്രാൻസിറ്റിൽ അപ്പോൾ ലോസ് ഉണ്ടായില്ല, അബ്നോർമൽ ലോസ് അല്ലേ. അബ്നോർമൽ ലോസ് ഉണ്ടായ ജേണൽ എൻട്രി ഒക്കെ നമുക്കറിയാലോ. വർക്കിംഗ് നോട്ട് നമ്പർ 1 അബ്നോർമൽ ലോസ് ഉണ്ടായാലും എൻട്രി എന്താ പറയും? അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെന്റ്. ഓക്കെ അല്ലേ? എൻട്രി എന്താ? അബ്നോർമൽ ലോസ്. നമുക്ക് ഞങ്ങളതൊരു എക്സ്പെൻസ് അല്ല, അപ്പോൾ ഡെബിറ്റ് അല്ലേ ചെയ്യാമെന്ന് മനസ്സിലായിക്കൂടെ. 2 ഏതാണ്? കൺസൈൻമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് കാണണം അല്ലേ. ഇത് നമുക്കറിയാം, വളരെ എളുപ്പമാണ്. ഇതിൽ ഏത് കോമ്പണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ? 2 കോമ്പണൻറ്റാണ്. ആദ്യം മനസ്സിലാക്കണ്ടോ, ഇങ്ങനെ അബ്നോർമൽ ലോസ് സംഭവിക്കുമ്പോൾ നോർമൽ ലോസ് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ 100നെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ബോധറാവണ്ട. നിങ്ങൾ എത്ര യൂണിറ്റാണ് സെൻഡ് ചെയ്തത്? പറയും. 1,60,000 റുപ്യയുടെ അല്ലേ സെൻഡ് ചെയ്ത്? എത്ര യൂണിറ്റ് സെൻഡ് ചെയ്യാനാണ് 1,60,000? 5,000 അല്ലേ? അപ്പോൾ ഓക്കെ. പ്ലസ് ഇനി ആ 5,000 സെൻഡ് ചെയ്യാൻ വേറൊരു ചിലവ് വന്നിട്ടുണ്ട്. എത്രയാ? ഒരു 5,000 രൂപ. ഏതാണ്? ട്രാൻസ്പോർട്ടേഷൻ. അങ്ങനെ 1,65,000 റുപ്യക്ക് നിങ്ങൾ എത്ര യൂണിറ്റാണ് സെൻഡ് ചെയ്തത്? 5,000. അതിൽ എത്ര യൂണിറ്റാണ് ലോസ് വന്നത്? 200. എത്ര വരും അപ്പോൾ? 1,65,000 ഡിവൈഡ് ബൈ 5,000 ഇൻറ്റു 200. എത്ര? 6,600. ഓക്കെ അല്ലേ? സിമ്പിളല്ലേ കാൽക്കുലേഷൻ? ലോജിക്കലല്ലേ? ഇനി ഓരോന്നായിട്ട് ചെയ്യണം. അങ്ങനെ കോസ്റ്റ്, പ്രപ്പോർഷനേറ്റ് എക്സ്പെൻസ് ഒക്കെ തന്നെ അല്ലേ. ഡിവൈഡഡ് ബൈ ഇൻറ്റു കോമൺ അല്ലേ? യെസ്. അപ്പം ഞാൻ ഇക്വേഷനോട് ഉണ്ടാവണ്ട. അപ്പോൾ 6,600 വരും. ബൈ അല്ലേ എഴുതണ്ടേ? ബൈ ഏതാ? അബ്നോർമൽ ലോസ് 6,600. ഞാൻ ചോദിക്കട്ടെ, ഇനി ഇൻഷുറൻസ് കമ്പനി പൈസ തരില്ലേ? അപ്പോൾ എൻട്രി എന്താവും? രണ്ടാമത്തെ എൻട്രി ക്യാഷ് കിട്ടുകയാണെങ്കിൽ അതാ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, അല്ലെങ്കിൽ പൈസ തരാമെന്ന് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനീനെ എന്ത് ചെയ്യാം? അസറ്റായിട്ട് ഡെബിറ്റ് ചെയ്യാം. അവർ തരാമല്ലോ പറഞ്ഞു. 5,000 അല്ലേ? ബാക്കി P&L അക്കൗണ്ടിലേക്ക് പോവും. എത്ര? 1,600. 2 ഏതാണ്? അബ്നോർമൽ ലോസ് 6,600. ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. സത്യത്തിൽ ഇതൊരു എൻട്രിയുടെ ആവശ്യമുണ്ട് അവിടെ ഇല്ല. കാരണം നമുക്ക് എന്ത് പറഞ്ഞിട്ടില്ല. അബ്നോർമൽ ലോസിൻ്റെ അക്കൗണ്ടൊക്കെ പറയുകയാണെങ്കിൽ അതേ ആവശ്യമുള്ളൂ. ഇപ്പോൾ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒന്ന് വരച്ച് വെക്കാം വെറുതെ. അബ്നോർമൽ ലോസ് പറഞ്ഞിട്ടില്ല. ഏതാണ്? അബ്നോർമൽ ലോസ് അക്കൗണ്ട്. ആദ്യം എന്ത് വരും? അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പറയും കൺസൈൻമെൻറ്റ് 6,600. പിന്നെ രണ്ടാമത്തെ ഈ എൻട്രി പോസ്റ്റ് ചെയ്യാം. അബ്നോർമൽ ലോസ് അക്കൗണ്ട് എന്ത് എഴുതാൻ മതി? ബൈ ഇൻഷുറൻസ് കമ്പനി എത്രയാണ്? 5,000. പിന്നെ 1,600 എന്താണ്? ബൈ P&L എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അങ്ങനെ ഈ അക്കൗണ്ട് എന്താവും? ക്യാൻസലാവും അല്ലേ? എഴുതി വെച്ചോ. ചെയ്യുമ്പോഴും എന്ത് ചെയ്തോ? ഇത് ചെയ്തു വെച്ചോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, യെസ്. നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. അടുത്തേതാ? പെയ്ഡ് ക്ലിയറിംഗ് ചാർജ് പേയ്മെൻറ്റ് നടത്തി അല്ലേ? 2. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എത്ര യൂണിറ്റിന് വേണ്ടിയിട്ടാണ് ക്ലിയറിംഗ് ചാർജ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവുക? 5,000 നിന്ന് എത്ര പോകണം? 200 പോയി. അങ്ങനെ 4,800 നോട്ട് ദ പോയിന്റ്. ഓക്കെ അല്ലേ? പെയ്ഡ് ക്ലിയറിംഗ് ചാർജ് എത്ര? അത് ആരാ പേയ്മെൻറ്റ് നടത്തിയത്? M അല്ലേ? അപ്പോൾ 2M ലിമിറ്റഡ് എത്രയാണ്? 6,100 ക്ലിയറിംഗ് ചാർജ്. പിന്നെ എത്ര? ഗോഡ് ഓണറിൻ്റെ എത്രയാണ്? 300. ഒക്കെ എഴുതണം കേട്ടോ. സെയിൽസ്മാൻ്റെ സാലറി എത്രയാണ്? 900. അങ്ങനെ തന്നെ എഴുതണം എല്ലാം കേട്ടോ. ഓക്കെ അല്ലേ? അങ്ങനെ ടോട്ടൽ മൊത്തം എത്ര വരും? 7,300. ശ്രദ്ധിക്കണം, വാല്യൂ ചെയ്യുമ്പോൾ ഏത് മാത്രമേ എടുക്കേണ്ടുള്ളൂ? 6,100. 6,100 അൺലോഡ് ചെയ്യാൻ വേണ്ടി വന്നാൽ ഏതാണ്? നോൺ റെക്കറിങ് എക്സ്പെൻസ് എടുക്കാൻ പാടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. കമ്മീഷനാണേ. ടു കമ്മീഷൻ ആർക്ക് കൊടുക്കേണ്ടത്? M ലിമിറ്റഡ്. എങ്ങനെ കാണാം? സെയിൽസ് കാണണം. സെയിൽസ് തന്നിട്ടുണ്ടല്ലേ? 1,00,000 എത്ര? 65,000 എത്രയ്ക്ക് ശതമാനം കാണും? നോർമൽ കമ്മീഷൻ എത്ര പെർസെൻറ്റേജാണ്? 6% അല്ലേ? നോർമൽ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. പിന്നെ അടുത്ത് എത്ര വരാം? 6% കണ്ട 9,900. അടുത്ത് ഏതാ? ഡെൽക്രിഡർ കമ്മീഷൻ 1,65,000 എത്രയാണ്? 4%. എത്ര വരും? 6,600. അപ്പോൾ ടോട്ടൽ 16,500 വരും അല്ലേ? ടോട്ടൽ 16,500. ഓക്കെ അല്ലേ? അടുത്തേതാ? സെയിൽസ് എഴുതവിടെ അല്ലേ? ബൈ ഏതാ? ആരാ സെയിൽ ചെയ്യുന്നത്? M ലിമിറ്റഡ് ആ സെയിൽ ചെയ്യുന്നത് 1,65,000.
ഇനി അടിയിൽ നോർമൽ ലോസ് വന്നിട്ടുണ്ട് അല്ലേ? എത്രയാ? 100 ലിറ്റർ ഇവാപ്പറേഷൻ സംഭവിച്ച അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചോ, ഇവിടുത്തെ വർക്കിംഗ് നോട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വർക്കിംഗ് നോട്ട് നമ്പർ 2 എന്ത് കണ്ടതാ? കാൽക്കുലേഷൻ ഓഫ് ആ 100 യൂണിറ്റിൻ്റെ കോസ്റ്റ് കാണണം. നോർമലിൻ്റെ കോസ്റ്റ് കാണൂല, അബ്നോർമലിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യുള്ളൂ? കാണുള്ളൂ. നോർമലിൻ്റെ കോസ്റ്റ് ഏതിൽ നിന്ന്? പ്രൊഡക്റ്റിൽ നിന്ന് റിക്കവറി. എന്തിൽ നിന്ന്? പ്രൊഡക്റ്റിൽ നിന്ന് എന്ത് ചെയ്യും? റിക്കവറി. ഡിനോമിനേറ്റർ ലെസ് ചെയ്താൽ അതിൻ്റെ മീനിങ് എന്താ? ആ 100 യൂണിറ്റിൻ്റെ കൂടെ കുറച്ചിട്ട് ബാക്കിയുള്ള യൂണിറ്റിൽ നിന്ന് മുകളിലത്തെ കോസ്റ്റ് എന്ത് ചെയ്യും? റിക്കവറി അല്ലേ? ആ ഇക്വേഷൻ്റെ ടോട്ടൽ കോസ്റ്റ് മാറില്ലല്ലോ. ഡിവൈഡഡ് ബൈ 100 യൂണിറ്റിൽ നിന്ന് എടുക്കുന്നതിന് പകരം എത്ര? ഒരു എക്സാമ്പിൾ ആട്ടാ, 100 നിന്ന് പകരം എടുക്കുന്നതിന് പകരം 80 ഉണ്ടായുള്ളൂ. 20 നോർമൽ ലോസ് ഉണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 80 ആവും. ഓക്കെ, അപ്പോൾ 80 മേടിക്കുന്ന ആളുകളില്ലേ, അവരെന്ത് ചെയ്യും? കൂടുതൽ എമൗണ്ട്, 20 കൂടെ കൂടുതൽ എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും? ഒരു നാച്ചുറൽ ഫിനോമിനാണ്, ആർക്കും തടുക്കാൻ പറ്റില്ല. നോർമൽ ലോസ് എല്ലാ തരത്തിലും ഉണ്ടാവും. ഇപ്പോൾ വെള്ളം കൊണ്ടുവരുമ്പോൾ വെള്ളം എന്ത് ചെയ്യും? തുളുമ്പി പോയില്ലേ? ഇല്ലേ? ഇപ്പോൾ കോഴിമുട്ട നമ്മൾ എന്ത് ചെയ്യാറ്? എഗ്ഗ് മേടിക്കാറില്ലേ? 10 എണ്ണം മേടിച്ചാൽ വീട്ടിലെത്തുമ്പോൾ 2 എണ്ണം എന്തായാലും പൊട്ടില്ലേ? നോർമൽ ലോസാണ്. ഓക്കെ, ഒരു 5 എണ്ണമൊക്കെ ചീത്ത കിട്ടിയാൽ എന്തായി? അബ്നോർമലായി. ചീത്ത കിട്ടിയാൽ 4 എണ്ണമൊക്കെ പൊട്ടി. അപ്പോൾ എന്ത്? നല്ല ചീത്ത വരും. 2 എണ്ണം ആണെങ്കിൽ എന്ത് ചെയ്യാം? കുഴപ്പമുള്ളതല്ല, പൊരിച്ചു തരും. ഓക്കെ അല്ലേ? യെസ്. ഇപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ഏതെടുക്കും നമ്മൾ? ക്ലോസിങ് സ്റ്റോക്കാണ് അല്ലേ? അപ്പോൾ ക്ലോസിങ് സ്റ്റോക്കിൻ്റെ യൂണിറ്റ് എങ്ങനെ കഥ? ഇവർക്ക് എത്ര റിസീവ് ചെയ്ത്? 5000 കിട്ടിയില്ല. അതിൽ നിന്ന് 200 യാത്രാമധ്യയിൽ നഷ്ടം വന്ന് 4800 കിട്ടി. ഓക്കെ അല്ലേ? അതിൽ പിന്നെ എന്ത്? നോർമൽ ലോസ് എത്ര ഉണ്ടായി? 100 ഉണ്ടായി. അപ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? 4700 അല്ലേ? അല്ല മക്കളെ, അതിൽ നിന്ന് എത്ര രൂപയുടെ സോൾഡ് ചെയ്തു? 4000. അപ്പോൾ എത്ര യൂണിറ്റ് അപ്പോൾ ഉള്ളത്? 700 ക്ലോസിങ് സ്റ്റോക്ക് ഉള്ളത്. ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ. ഈ 700-ന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് വരും എത്രയെന്നാണ് പറയേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ അബ്നോർമൽ എന്തുണ്ട്? ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ എന്ത് ചെയ്യേണ്ടി വരും? അബ്നോർമൽ ലോസിൻ്റെ കോസ്റ്റ് കുറയ്ക്കേണ്ടി വരും. ഒന്നുകൂടെ വ്യക്തം ആക്കിയാൽ കാണിച്ചു തരാം. ഏതൊക്കെ കോസ്റ്റാവുന്നുള്ളത്? ഒന്ന് 5000 ഇൻറ്റു അങ്ങനെ എഴുതണ്ട. 1,00,000 എത്ര എഴുതിയാൽ മതി? 1,60,000 അല്ലേ? 1,60,000 എഴുതാം. പിന്നെന്ത് കോസ്റ്റാവുന്നത്? ട്രാൻസ്പോർട്ടേഷൻ, ഫ്രൈറ്റ് കൊടുത്താൽ, കൺസൈനർ കൊടുത്ത്. പിന്നെ കൺസൈനറുടെ നോൺ റെക്കറിംഗ് എക്സ്പെൻസ് എത്ര ഉണ്ട്? ഒരു 600-200 ഉണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ? ഇത്രയുണ്ട്. ഇത് എത്ര യൂണിറ്റിനുള്ള കോസ്റ്റാണ്? 5000-നല്ല. അതിൽ നിന്ന് എന്തൊക്കെ പോകണം? 100 പോകണം, പിന്നെ എന്തും പോകണം? 200 പോകണം. ഓക്കെ അല്ലേ? 200 ഇതിൽ നിന്ന് പോകണമെങ്കിൽ ഒരു പണി ഇതാ ഇത്ര എഴുതിയാൽ മതി. ഇതുവരെ ഓക്കെ അല്ലേ? ഇതുവരെ കംഫർട്ട് അല്ലേ? 1,60,000, 5000, 6,200 അങ്ങനെ ഇത്ര. ഇനി ഒരു പണിയാണ്, ഈ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം? അബ്നോർമൽ ലോസിൻ്റെ എമൗണ്ട് ലെസ് ചെയ്യാം. അബ്നോർമൽ ലോസിൻ്റെ എമൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര? 6,600 അല്ലേ? 6,600 ലെസ് ചെയ്യണ്ടേ? 6,600 ലെസ് ചെയ്യണമെങ്കിൽ ഞാൻ പറയണത് അതിന് പ്രപ്പോർഷനേറ്റ്ലി ഏതും ലെസ് ചെയ്യണം? 200 ലെസ് ചെയ്യണം. Will you agree with this? എടാ 6,600 പറഞ്ഞാൽ എന്താടാ? 200 യൂണിറ്റിനല്ലേ? അപ്പൊ കോസ്റ്റിന്ന് കുറച്ച യൂണിറ്റിന്ന് കുറക്കണ്ടേ? ഈ 200 കൂടെ ചെയ്യാതിരിക്കുക അതിന്റെ മീനിങ് എന്താ? ഈ 200 കുറച്ചിരിക്കുക എന്താണ്? ഇങ്ങനെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് ലെസ് ചെയ്ത് കുറച്ച എമൗണ്ട് ഇല്ലേ, ആ നോമിനേറ്റർ ഇറ്റ് ഈസ് ഈക്വൽ ടു 5,900 എന്നല്ലേ? അത് തെറ്റല്ലേ? 5,900-നാണോ എമൗണ്ട്? ഇല്ല, ഇതിന് എത്ര കുറയ്ക്കണം? 6,600-ന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 200 കുറയ്ക്കണം. ക്ലിയർ? എന്നിട്ട് എത്ര വരും? ഇൻറ്റു ഇതിനോണ്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 700 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും നോക്കി ചെയ്തിട്ട്.
എത്ര കിട്ടി? പറയടാ മക്കളെ. ഇത് ടോട്ടൽ ചെയ്ത് എത്ര കിട്ടുക? അങ്ങനെ നിങ്ങളൊക്കെ പഠിപ്പിക്കണം, എന്നെ നമസ്കരിക്കണം. എന്താ ഞാൻ ചെയ്തുതരാം. ഇത് 5 4 300 4 300 1,60,000 പ്ലസ് 5,000 പ്ലസ് 6,100 മൈനസ് 6,600 ഡിവൈഡഡ് ബൈ 4,700 ഇൻറ്റു 700 24,500. ഇതൊക്കെ ഒന്ന് പറഞ്ഞുതരാൻ എന്ത് പ്രയാസം മക്കളെ. എന്താണ് വെരി ബാഡ്. 24,500 ബൈ ഏതാണ്? സ്റ്റോക്ക് വിത്ത് ആരുമായിട്ടുള്ള സ്റ്റോക്ക്? അത് കൺസൈനി എന്ന് എഴുതാം. 24,500 കഴിഞ്ഞു. ബാലൻസ് ചെയ്ത് എത്ര വരും? ഞാൻ ചെയ്യണോ? ഞാൻ ചെയ്തു തരണ ബാലൻസ്? അന്നൊന്ന് ചെയ്യും. എത്ര വരുന്നു? 2P എൻഡിലേക്ക് എഴുതേണ്ട എമൗണ്ട്. പ്രോഫിറ്റ് ഓൺ കൺസ്യൂമെൻറ്റ് എത്ര വരും? 7,100. ഇതിലത്തെ മാതിരി കിട്ടില്ല. 7,100 തന്നെ എല്ലാവർക്കും കിട്ടണം. ഏഴ് 300 7,500 എനിക്ക്. നിനക്ക് എത്ര കിട്ടി? 6,600 പ്ലസ് 1,60,000 പ്ലസ് 24,500 1,96,100 മൈനസ് 1,60,60,000 മൈനസ് 5,000 മൈനസ് 7,300 മൈനസ് 16,500 7,300. ഓക്കെ, കഴിഞ്ഞു. ചെയ്തോളൂ.